2016 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4 സീറ്റില്ലെങ്കിൽ LDF സെൻട്രൽ ട്രാവൻകൂർ തോൽക്കുമായിരുന്നു. അവരുടെ അന്നത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ ജയിക്കുകയും ചെയ്യുമായിരുന്നു. അതോടുകൂടി കേരള രാഷ്ട്രീയമാകുമായിരുന്നു. കൂടുതൽ എന്നോട് ഡീറ്റെയിൽസ് ചോദിക്കരുത്. അന്ന് NSS പന്തളം തടയാൻ നടത്തിയ നാമജപ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം പേടിച്ചു പോയി. അങ്ങനെയാണ് ഇവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് യൂട്ടേൺ എടുത്തത്. CPM അന്ന് അവരുടെ നിലപാട് തന്നെ ഉണ്ടോ? എനിക്കൊന്ന് പിണറായി പൊതുവെ അങ്ങനെ നിലപാടെടുക്കാത്ത ആളാണ്. അല്ല, ന്യൂനപക്ഷങ്ങളെ വാക്ക് കേട്ട് പോയാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെപ്പോയി അബദ്ധത്തിലേ എന്ന് ചാടുള്ളൂ. അവരെപ്പോഴും നേർക്ക് നയിച്ചിട്ട് ഇവിടെയുള്ള ഭൂരിപക്ഷ സംഘടനകളാണ്. ഇപ്പോഴുള്ള മിനിസ്റ്റർമാർ മുമ്പുള്ള മിനിസ്റ്റർമാരെ അപേക്ഷിച്ച് നല്ല രീതിയിൽ പണിയെടുക്കുന്ന, എന്നാൽ ഈ പറയുന്നതിന് അഹങ്കാരം വെച്ച് പുലർത്താത്ത ആളുകളാണ്. അന്ന് ചില ആളുകൾ ഇത് കാണിച്ചതിൻ്റെ ഫലം LDFന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമത്തിലെ കുറഞ്ഞ പാർട്ടിസിപ്പേഷൻ വലിയ രീതിയിൽ വിമർശന വിധേയമായി അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെട്ടു. അതാണല്ലോ ഇപ്പോഴത്തെ ഭാഷ. അതിന് പിന്നാലെ ഭക്തരുടെ സംഗമം സംഘടിപ്പിച്ച് മറുപക്ഷം കരുത്ത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കാണുന്നത് പിണറായിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് NSSും SNDPയും പിണറായിക്കൊപ്പം നിൽക്കുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്നു. അതിനുശേഷം സുകുമാരൻ നായരും ഇപ്പോൾ പിണറായിയെ LDFനെ പിന്തുണച്ചിരിക്കുകയാണ്. എതിർപക്ഷം ആകെ കിടുങ്ങി നിൽക്കുകയാണോ? ഈ ഒരു നീക്കത്തിന് പിണറായിയെ സഹായിച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ശരിയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു മാസ്റ്റർ സ്ട്രോക്ക് അല്ലേ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? ഒരു അപ്രതീക്ഷിതമായ നീക്കം അല്ലേ? അപ്പം മൂപ്പർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ആരെങ്കിലും 80s-ലോ 90s-ലോ പിണറായി വിജയൻ ഇന്നത്തെ ഒരു പൊസിഷനിലെത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? അന്ന് MA ബേബി പാർട്ടി സെക്രട്ടറി ആവും, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നത്? അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. തരുമ്പം ഭയങ്കരമായിട്ടൊരു അടി തന്നു പോകും, പിന്നെ അങ്ങേര് സൈലൻ്റ് ആവും. ഇതുകൊണ്ട് തമിഴ് പുലികളെടുത്ത തന്ത്രമാണ്. അവർ ശ്രീലങ്ക സൈന്യത്തെ ഭയങ്കരമായി ആക്രമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ കോലം ഉണ്ടാതിരിക്കും. അതിന് ആവശ്യമില്ല, അതിൻ്റെ എഫക്റ്റ് അവിടെ കിടക്കും. ആ എഫക്റ്റ് തീരുന്ന സമയത്ത് പിന്നെയും കയറിയിരിക്കും. അതായത് അവരുടെ രീതി ഏതാണ്ട് ഇതാണ്. പക്ഷേ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായി വിജയനെ അനുകൂലിച്ച് രംഗത്ത് വരിക. അല്ല, അത് ഇമ്പോസിബിൾ. അവർ മുമ്പേ നല്ല ബന്ധമായിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. 2016 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4 സീറ്റില്ലെങ്കിൽ LDF സെൻട്രൽ ട്രാവൻകൂർ തോൽക്കുമായിരുന്നു. അവരുടെ അന്നത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ ജയിക്കുകയും ചെയ്യുമായിരുന്നു. അതോടുകൂടി കേരള രാഷ്ട്രീയമാകുമായിരുന്നു. കൂടുതൽ എന്നോട് ഡീറ്റെയിൽസ് ചോദിക്കരുത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇദ്ദേഹം മനസ്സിലാക്കിയെടുത്തോളം അന്ന് പിണറായി സാറിനെ ചങ്ങനാശ്ശേരി പോയി കണ്ടിട്ടുണ്ട്. ഞാൻ കേട്ടതാണ്. ശ്രീ സുകുമാരൻ നായർ സാറിനെ പോയി കണ്ടിട്ടുണ്ട്. സാർ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൻട്രൽ ട്രാവൻകൂറിൽ ആ രീതിയിൽ ഒരു വിജയം പോസിബിളായത്. അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിലെ റിസൾട്ട് വളരെ ഞെട്ടിക്കുന്നതായി പോവുകയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവർ പൊതുവെ VSുമായിട്ടായിരുന്നു സാറിന് ഒരു അകൽച്ച ഉണ്ടായിരുന്നു. കാരണം VSന് കടുംപിടുത്തം കൂടുതലായി. VSന് ഗൗരിയമ്മയ്ക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, ആരെയും ബഹുമാനിക്കാത്ത താൻപോരിമയുണ്ട്. താൻപോരിമയാണോ അതോ തൻ്റെ ഇടമാണോ? തൻ്റെ ഇടം കുറേയൊക്കെ താൻപോരിമയാണ്. സീരിയസ്ലി അല്ല, രണ്ടുപേരെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ രണ്ടുപേർക്കും ഞാനിസം ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 1-2 എക്സാമ്പിൾ ഞാൻ പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ പിണറായി ആയിട്ട് പൊതുവേ നല്ല ബന്ധമായിരുന്നു. പിണറായി പൊതുവേ നിങ്ങൾ കാണുന്ന മസിനെ മാത്രമല്ല പിണറായി. അദ്ദേഹം ആളുകൾ വളരെ പ്ലീസിങ് ആയിട്ട് ഇടപെടുന്ന, നന്നായ ആളുകളെ ശ്രമിക്കുന്ന ആൾ. ഇവർക്ക് സുകുമാരൻ നായർ സാറിനും പിണറായിക്കും തമ്മിലൊരു സാദൃശ്യമുണ്ട്. ഇവർ രണ്ടുപേരും ലിസൺ ചെയ്യും. ഓക്കെ. നമ്മളെ ലിസൺ ചെയ്ത് കൊന്നു കളയും. ഇത് മോഡിക്ക് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം പറയാൻ പോയാൽ ഇരുന്ന് കേൾക്കും. കേട്ടിട്ട് സാറ് നോട്ട് ചെയ്തൊന്നും എനിക്കറിയില്ല, പിണറായി നോട്ട് ചെയ്തു, മോഡി നോട്ട് ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് അവരത് ആക്ട് ചെയ്യും. ഈ ഒരു കോമൺ ഫാക്ടർ വരാൻ പറ്റുന്നുണ്ട്. ഇവരെ തെറ്റാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മന്നം ജയന്തി ഈ ബാങ്കിങ് സെക്ടറിന് കൂടി ബാധകമാക്കുന്ന നോൺ നെഗോഷ്യബിൾ ആക്ട് അനുസരിച്ച് അങ്ങനത്തെ നിയമമുണ്ട്. അതനുസരിച്ചിട്ട് ബാങ്കിങ് സെക്ടറിന് കൂടി ബാധകമാക്കണം അവധി എന്ന് ഒരു റിക്വസ്റ്റ് NSSനുണ്ടായിരുന്നു. പൊതു അവധിയാക്കണം എന്ന് പറഞ്ഞത് ബാങ്കിങ് സെക്ടറിന് കൂടിയാണ്. അപ്പോൾ നമുക്കൊക്കെ അവധിയാണ്, സാധാരണ എല്ലാവർക്കും അവധിയാണ്, പക്ഷേ ബാങ്കിങ് സെക്ടറിനുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്ന് റിക്വസ്റ്റ് കൊടുത്തു. പക്ഷേ അത് ഓൾറെഡി അനുവദിച്ചതിനേക്കാൾ കൂടുതൽ അവധി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഈ നിയമം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർവാഹമില്ലാന്ന് അദ്ദേഹം ലെറ്റർ അയച്ചു. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ച് ലെറ്റർ അയച്ചു.
അത് അവർക്ക് ഓക്കെ, അവർക്ക് അത് മനസ്സിലാവും. NSS ആവശ്യമില്ലാതെ കണ്ടുപിടുത്തം നിൽക്കാറില്ല. അവർ ഓക്കെ. അത് കഴിഞ്ഞ് ശബരിമല വിഷയം വന്നപ്പോൾ തെറ്റിയത്. അത് NSS മാത്രമേ അന്ന് നിലപാടെടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒരു നിലപാട്, RSSനാണെങ്കിലും CPM കോൺഗ്രസിനാണെങ്കിലും ശബരിമല വിഷയത്തിൽ ഒരേ നിലപാടേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആപ്പാടെ കൺഫ്യൂസ് അടിച്ച വെള്ളാപ്പള്ളിയാണ്. കാരണം മൂപ്പര് നല്ല ഭക്തനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അന്ന് മൂപ്പര് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നു. മൂപ്പര് ആപ്പാടെ കൺഫ്യൂസ്ഡ് ആയിപ്പോയിട്ടുണ്ട്. വേറെ മൂപ്പർക്ക് അന്നുള്ള സഖ്യകക്ഷി BJP ആയിരുന്നു. ഇതെല്ലാം ശബരിമല എല്ലാം കോടതി നിലപാട് അനുകൂലിച്ചാണ്. NSS മാത്രമാണ് എതിരായിട്ട് നിന്നത്. അന്നും ഇന്നും NSSൻ്റെ നിലപാട് അതാണ് ഇതിൻ്റെ ഒരു കോമൺ ഫാക്ടർ, രണ്ടാമത്തെ കോമൺ ഫാക്ടർ. അപ്പം അന്ന് ഈ ശബരിമല പ്രശ്നം ഇത്രയും വലിയ വിഷയം എങ്ങനെയാണ് RSSO BJP ഇപ്പോഴും ഒഫീഷ്യലായിട്ട് നിലപാട് മാറ്റിയിട്ടില്ല. അത് നിലപാട് പഴയ നിലപാട് തന്നെ. കോൺഗ്രസ് നിലപാട് ഒഫീഷ്യലായിട്ട് മാറിയിട്ടൊന്നുമില്ല, പഴയ നിലപാട് തന്നെയാണ്. പക്ഷേ അന്ന് NSS പന്തളം തടയാൻ നടത്തിയ നാമജപ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം പേടിച്ചു പോയി. അങ്ങനെയാണ് ഇവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് യൂട്ടേൺ എടുത്തത്. CPM അന്ന് അവരുടെ നിലപാട് തന്നെ ഉണ്ടോ? എനിക്കൊന്ന് പിണറായി പൊതുവെ അങ്ങനെ നിലപാടെടുക്കാത്ത ആളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റും. അദ്ദേഹം അങ്ങനെ അധികം ആളുകളെ വിശ്വസിക്കില്ല കേട്ടോ, പക്ഷേ ചില ആളുകൾ വിശ്വസിക്കും. അങ്ങനെയുള്ള ആരോ കൊടുത്ത ബുദ്ധിജീവികൾ കൊടുത്ത തെറ്റായ ഉപദേശമാണ്. ഇപ്പം നാരായണ ഗുരുവരെ എന്താ ചെയ്തത്? ഗുരുദേവന് വേണമെങ്കിൽ ഈ പറയുന്ന മാടനെ മകതനെയൊക്കെ ഓടിച്ച് അവിടെ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇസ്ലാമിൻ്റെ ദൈവങ്ങളെയോ അല്ലെങ്കിൽ ജീസസിനെ വെച്ചുകൂടായിരുന്നു. എന്തുകൊണ്ടാണ് ഗുരുദേവൻ ചെയ്യാതിരുന്നത്? എന്താ അംബേദ്കറിന് വേണമെങ്കിൽ ക്രിസ്തുമതത്തിലേക്ക് ഇസ്ലാമിലേക്ക് മാറിക്കൂടായിരുന്നു ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാൻ? അങ്ങനെ ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിലിജനിലേക്കല്ല മാറിയത്. ആ ഹിന്ദുമതത്തിന് മറ്റൊരു വകഭേദമാണ്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതെന്തുകൊണ്ടാണ്? ആ ട്രഡീഷൻ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് ആണ്. ഈ ഒരു കൺഫ്യൂഷൻ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മൂപ്പർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി വന്നപ്പോൾ. അപ്പം ഈ വിഷയത്തിൽ NSS ആണ് ആദ്യാവസാനം വേറെ നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടി, ഒരു വിഭാഗം. നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ബുദ്ധിജീവികൾ കൊടുത്ത ഉപദേശമായിരിക്കാം, തെറ്റായ ഉപദേശമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതല്ല. ഈ BJP ഹിന്ദുക്കൾക്കൊപ്പവും ഭക്തർക്കൊപ്പവുമാണ് എന്ന് നിലപാടെടുക്കുന്നത്. അപ്പോൾ ക്രമേണ ഹിന്ദുയിസം ഈസ് ഈക്വൽ ടു BJP എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കയറിക്കൂടി. അതിനൊപ്പം തന്നെ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു അഹങ്കാരമായി മാറുകയും ആ ഒരു അഹങ്കാരം ഒരു ആക്ഷനിലേക്ക് പോവുകയും ചെയ്തതാണ് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. NSSൻ്റെ സൈഡിൽ നിന്ന്, അതെ CPMൻ്റെ സൈഡിൽ, CPMൻ്റെ സൈഡിൽ നിന്ന് അല്ല. CPMൻ്റെ പ്രശ്നം, CPM വളരെ ആദ്യ കാലഘട്ടത്തിൽ സായുധ വിപ്ലവം ഉപേക്ഷിച്ചതിന് ശേഷം CPM ഇക്കാലത്ത് വളരെ റിയലിസ്റ്റിക്. EMS ആണല്ലോ നയിച്ചുകൊണ്ടിരുന്നത്. EMS എന്തുകൊണ്ടാണ്? EMS ഭയങ്കര യുക്തിവാദം പറയും, ഭാര്യൻ്റെ പേര് പോയി എന്തിനാ മറ്റേ സാധനം സ്വീകരിച്ച്. അദ്ദേഹം കൊടുത്തൊരു മെസ്സേജാണത്. പാർട്ടി ഒഫീഷ്യൽ കമ്മ്യൂണിസ്റ്റായിട്ട് നിലപാട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതൊന്നും കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ അവന്മാർ അദ്ദേഹത്തിനെ പിടിച്ചിട്ട് പുറത്താക്കി MP രാഘവനാക്കി കളയും. അതാണ് CPMൻ്റെ സെറ്റപ്പ്. ഈ പാർട്ടി സംഘടനാ സംവിധാനം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി ആയതുകൊണ്ട് മാത്രമാണ് അധികം കളി നടക്കാത്തത്. അല്ലെങ്കിൽ അവന്മാരുടെ സംസ്ഥാന കമ്മിറ്റി എന്ന സാധനമുണ്ട്, എന്ത് കാര്യം വന്നാൽ ഞാൻ അവരുടെ എടുത്ത് പുറത്ത് കളയും. ഇനിയിപ്പോൾ പിണറായി ആയതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. പിണറായി വിജയനെ പുറത്താക്കാൻ പോകുന്ന ഒരുത്തനും ഇന്ന് CPMലില്ല. ഇല്ല, അതിന് ആംബിയറില്ല. അതാണ് CPM എന്ന് പല കാര്യങ്ങളും CPMൻ്റെ പല നേതാക്കന്മാരും വിയോജിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് MP രാഘവനൊക്കെ പുറത്തു പോയത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്തതിന് പിന്നെ ഒരു രക്ഷയില്ല. ഇപ്പം എന്ന് വെച്ചാൽ പിണറായി പറയുന്നത് മാത്രമേ സംസ്ഥാന കമ്മിറ്റി എടുക്കൂ എന്ന നിലയിലെ കാര്യങ്ങൾ. അത് നന്നായി, അതുകൊണ്ട് വികസനം നടക്കുന്നുണ്ട്, നാട്ടിൽ പുരോഗതി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ബംഗാൾ പോലെ ഈ കട്ടൻ ചായ മുറിവേടി വലിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ അത് വേറൊരു വിഷയമാണ്, വികസന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ശബരിമല വിഷയം, അപ്പോൾ അത് ഓക്കെ, വന്നഞ്ചേന്തിയുടെ കാര്യത്തിൽ അത് മനസ്സിലാവും, NSS മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞാണ് ശബരിമല വിഷയം വന്ന NSSൻ്റെ നിലപാട്. NSS മാത്രമേ നിലപാടെടുത്തുള്ളൂ. അപ്പോൾ NSS അത് അന്ന് ഇവരൊക്കെ നല്ല ബന്ധമാണ്, കോടിയേരിയായിട്ട് നല്ല ബന്ധമാണ്, ഞാൻ മനസ്സിലാക്കി കൊടുത്തത് പിണറായിയായിട്ട് നല്ല ബന്ധമാണ്. അപ്പം സാർ അത് പറഞ്ഞു, ഈ സ്ത്രീകളെ കയറ്റുന്ന 2 പെമ്പിള്ളേർ കയറിയില്ലേ, അത് ചെയ്യരുതെന്ന് NSS വിളിച്ചറിയിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ ഹീനമായ നടപടി. അന്ന് അത് പക്ഷേ അത് കേട്ടില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം. ഈ ഒരൊറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ആ വിഷയത്തിൽ NSSൻ്റെ നിലപാടിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷം വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ CPM വന്നേ. ഇടതുപക്ഷം CPI അവരുടെ നിലപാടെന്താ എനിക്കറിയില്ല. CPM ഇപ്പോൾ ആ നിലപാടിലേക്ക് വന്നു. CPMന് വേണമെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഇനി വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിലും കയറ്റാം, കോടതി വിധി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സാധനമാണ് ഇപ്പോൾ കിടക്കുന്നത്, കോടതി കിടക്കുകയാണ്. ഇപ്പോൾ കിട്ടിയത് പോരെ, ഏത് ഇനിയും കയറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കിട്ടിയത് പോരെ. അപ്പോൾ NSSൻ്റെ നിലപാടിലേക്ക് ഇടതുപക്ഷം വന്നു, പിന്നെ എന്തിനാ പ്രശ്നം? മാത്രമല്ല ഈ പേഴ്സണലി സാറിന് അതൊരു വിഷമമായിരുന്നു അന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഈ പെമ്പിളരെ കയറ്റിയ സമയത്ത് കയറ്റുന്ന NSS ആവശ്യപ്പെട്ടും ചെയ്തത്. അത് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പിണറായി അങ്ങനെ ഇടിച്ച് ചെയ്ത് ആരെയും കാണാത്ത ഒരാളാണ്, പോയി കണ്ടു. അതോടുകൂടി ആ ഒരു പ്രശ്നം സോൾവ് ആയി. ഈ 2 സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തെ പുരോഗതിക്ക് അത്യന്ത ആവശ്യമാണ്. ഇപ്പോൾ കേരളം ഇന്നത്തെ ഈ സെക്യുലറായി നിൽക്കുന്നതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സെക്യുലർ എന്ന് പറഞ്ഞാൽ ആൻറ്റി BJP സാധനമാണല്ലോ, നിങ്ങൾ സോ കോൾഡ് സെക്യുലർ സാധനവും അതിങ്ങനെ നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച NSS ആണ്.
NSS അന്ന് BDJSന്റെ കൂടെ അങ്ങ് നിന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ റിസൾട്ടേ മാറുമായിരുന്നു. അത് NSS ചെയ്തില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ സെക്യുലർ പാർട്ടികൾ കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, ലീഗുകാർ, കേരള കോൺഗ്രസ്സുകാരെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് NSSനോടാണ്. അപ്പോൾ NSS ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെള്ളാപ്പള്ളിക്കും സുമാനാഥ് സാറിനും ഒരു സപ്പോർട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ, ആ സമുദായത്തിൽ ഏറ്റവും ചുരുങ്ങി 1/3 വോട്ട് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. ഇരുവർക്കും രണ്ടുപേർക്കും. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ പിന്നെ പിണറായി അല്ലെങ്കിൽ പിന്നെ രമേശ് ചെന്നിത്തല നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടോ, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? എന്താ വരാത്ത? വെള്ളാപ്പള്ളിനെ കാണാൻ പോകുമല്ലോ, പിന്നെ സുമാനാഥ് സാറിനെ കാണുമല്ലോ. അങ്ങനെ ശരി പോയിട്ടില്ല എന്നേ ഉള്ളൂ, കാണുന്നുണ്ടല്ലോ. എന്താ സംഭവം? അവർക്ക് സ്വാധീനിക്കാൻ പറ്റും. അവർ വോട്ടുണ്ട് അവരുടെ കയ്യിൽ, അതാണ് കാര്യം. അത് രണ്ട് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കാണാൻ വരാത്തത്. അതായത് ഈ കരയോഗങ്ങളും SNDP ശാഖകളും ഇറ്റ്സ് വെരി പവർഫുൾ ആണ്. അതായത് മൊത്തം സമുദായത്തെ 1/3 വോട്ട് അവർക്ക് കരയോഗ നായന്മാരും കരയോഗ യുവമാർക്കും പറ്റും. അതായത് ഒരു ഘട്ടത്തിൽ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴണം എന്ന ആഗ്രഹത്തോടു കൂടി ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പോയ ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിച്ചിരിക്കുകയാണ് ഈ സംഘടനകൾ, NSSും SNDPയും ചേർന്ന്. അല്ല, അതെ, ന്യൂനപക്ഷങ്ങളെ വാക്ക് കേട്ട് പോയാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ പോയി അബദ്ധത്തിലേ എന്ന് ചാടുള്ളൂ. അവരെപ്പോഴും നേർക്ക് നയിച്ചിട്ട് ഇവിടെയുള്ള ഭൂരിപക്ഷ സംഘടനകളാണ്. അത് NSS ആയാലും SNDP ആണെങ്കിലും. ആദ്യം അവർ ഈ പ്രലോഭനം കണ്ട് വീഴും, ഈന്തക്കായും അതുപോലെ തന്നെ മറ്റേ അവിലോസ് ഉണ്ടായൊക്കെ കണ്ട് വീഴും. പക്ഷേ പിന്നെ അവർക്ക് മനസ്സിലാവും അബദ്ധമായി. അപ്പോൾ പിന്നെ NSSും SNDP വിളിച്ച് സദ്യ കൊടുക്കും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് സദ്യേൻ്റെ അവിടെ മീൻ ഉണ്ടാകില്ല എനിക്ക്. അപ്പോൾ വെള്ളാപ്പള്ളി കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയതുകൊണ്ട് അവിടെ ചില മീനും കൂടി കൊടുക്കും. അതായത് ഹോട്ടലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ബഹുമാൻ പിന്നെ നന്നാവും. ഇതാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നന്നായെങ്കിൽ നല്ലത്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് കുറേയേറെ തീവ്ര നിലപാടുള്ള സംഘടനകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് പോലെയായി. കൊച്ചു കുട്ടികൾ പോലും നമ്മൾ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ മുദ്രാവാക്യം വിളിക്കുന്നത്, കുന്തിരിക്കവും കരുതി വെച്ചോളൂ. രണ്ടാമത്തെ എന്താ പറയുക, നിങ്ങൾ ഈ രീതിയിൽ അപ്യൂസ് ചെയ്യും, ന്യൂനപക്ഷങ്ങൾ സ്വയം നിലം വാങ്ങുന്നു പോകും. അവർ ഞങ്ങളാണ് ഇവിടുത്തെ ഒന്നാമത്തെ ആളുകളെന്നും, ഇത് ഒരു പക്ഷേ അമേരിക്ക ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു പക്ഷേ സൗദി അറേബ്യ പാകിസ്ഥാനാണെന്നോ അവർ തെറ്റിദ്ധരിച്ചു പോകും. അവർ കൂടി എന്നിട്ട് അവർ അബദ്ധങ്ങൾ കാണിക്കും, മറ്റേത് അത് കാണിക്കില്ല. ഇപ്പം NSS എങ്ങനെയാണ് UDF നകലാൻ തുടങ്ങി ഒന്നും നിരന്നല്ല. ഇത് 5ാം മന്ത്രി വിവാദം തുടങ്ങിയ ഈ ശബരിമല വിഷയത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷമാണ് NSS നിലപാടിലേക്ക് വന്നത്. അതേപോലെ തന്നെ 5ാം മന്ത്രി വിവാദത്തിൽ അന്ന് NSS ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുവരെ UDF നിലനിർത്തിയിട്ടില്ല. കൂടാതെ ഇപ്പോൾ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. രമേശ് ചെന്നിത്തല അപ്രസക്തനായി പോയോ? രമേശിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു, എനിക്കറിയാം. വലിയ കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ സതീശനെക്കാട്ടും ക്ലോസ് ആണ്. സതീശൻ കുറച്ചും കൂടി ഒരു ധാർഷ്ട്യമൊക്കെ ഉള്ള നേതാവാണ്. മാത്രമല്ല പിണറായിക്ക് ഉണ്ടായിരുന്ന പോലെ കാപ്പ് വെച്ച് സതീശൻ NSS ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് രമേശ് ചെന്നിത്തല തുടരുന്നതാണ് നല്ലത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അഭിപ്രായം. ഇത് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അങ്ങനെ മാനസപുത്രനൊന്നല്ല. എനിക്കറിയാം. അതായത് താക്കോൽ സ്ഥാനം അന്നെ തെറ്റിയല്ലോ. രമേശിൻ്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, ലീഡറാണ് രമേശിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു സമയത്ത് എന്തെങ്കിലും ലീഡറിനെ തള്ളിപ്പോകും. അതുപോലെ പിന്നെ NSS ആയിരുന്നു രമേശിൻ്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട്. സ്വാഭാവികമായി ആ പ്രദേശത്ത് വരുന്നു, ആ കമ്മ്യൂണിറ്റിയിലാണ്. പക്ഷേ ആ സാറ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി രമേശിന് വേണ്ടി സംസാരിച്ചപ്പോൾ പിറ്റേ രമേശ് തള്ളിപ്പറന്നു. ഒരു രാവ് ഇരുട്ടി കളിക്കുന്ന രമേശ് തള്ളിപ്പറന്നു. അറിയാമായിരുന്നു. നിങ്ങൾ അതിൻ്റെ ന്യൂആൻസസ് കണ്ടിട്ടില്ല. അപ്പോൾ ആരായി കുറ്റക്കാരൻ? NSS സുമാനാന് വർഗീയ മതി. ഈ അദ്ദേഹം മാന്യനുമായി. സംഭവം എന്താണ്? ഇവിടെ ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള സമുദായ സംഘടന NSS ആണ്. അത് നിങ്ങൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ മതി. അവർക്ക് എന്താ ഹൈന്ദവ സമുദായം, നിങ്ങൾ പറയുന്നത് സവർണരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയല്ലേ, അവർക്ക് BJPൻ്റെ കൂടെ നിന്നാൽ എന്താ പ്രശ്നം? അന്ന് വെള്ളാപ്പള്ളി സാറ് വിളിച്ചപ്പോൾ കൂടെ നിന്നാൽ പോരായിരുന്നു. നായന് മാത്രമല്ല എന്ന് കൂടെ ഇല്ലായിരുന്നുള്ളൂ. കേരളത്തിൽ ഈ പറയുന്നത് പോലെ NSS ആണ് നിങ്ങൾ ഈ പറയുന്നത് സോക്കോൾ സെക്യുലറിസത്തിൻ്റെ ഒരു കാവലാളെന്ന് പറയുന്നത്. NSS അന്ന് നിങ്ങൾ നോക്കിയാൽ മതി, BDJSൻ്റെ കൂടെ NSS കൂടി ചേർന്നാൽ എന്ത് സംഭവിക്കുകയായിരുന്നു? BJP അന്ന് BDJS NSS BJP സഖ്യം അന്ന് ഇവിടെ മുഖ്യ പ്രതിപക്ഷമാവുകയായിരുന്നു. മനസ്സിലായില്ലേ? മാത്രമല്ല LDFൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയായിരുന്നു. എന്താ വെച്ചാൽ അപ്പം LDF കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടാവും, കോൺഗ്രസ് ലീഗിനെ കടന്ന് താഴെ പോവുകയായിരുന്നു. അത് ചെയ്തില്ല. അപ്പം എന്താ? അപ്പം അത് സാമുദായിക താല്പര്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യമോ അല്ല. സാർ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. 2 കാര്യങ്ങൾ സാർ ഉയർത്തി പറയുകയാണ്. ഒന്ന് ജനാധിപത്യം, 2 സെക്യുലറിസം. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാമുദായിക സന്തുലനം അത് നിലനിർത്തണം. UDFന് പറ്റിയ അബദ്ധം 5ാം മന്ത്രിസ്ഥാനം.
ലീഗിൽ കുറേ മറ്റേ വർഗീയവാദികൾ കടന്നുകൂടി. അവർ അന്നത്തെ തങ്ങളെ ചെവി തന്നു. ഈ ശിവ തങ്ങളായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല, മുമ്പ് മരിച്ചുപോയി. ഇവർ ഈ പിടിച്ച പിടിയാൽ അത് മേടിച്ചു. അപ്പോൾ ഇവരെന്ത് NSS എന്താ ചെയ്തത്? അപ്പോൾ ജയശങ്കർ സാർ എന്നെ പറയും, നായരാന്ന് എനിക്ക് പോലും നാണക്കേട് തോന്നി. എന്താ സാർ തമാശയായി പറയുന്നതാണ്. സുകുമാരനാഥ് സാർ നേരെ ചങ്ങനാശ്ശേരി ഹൈവേ കൂടെ പോയി വെള്ളാപ്പള്ളിനെ അങ്ങോട്ട് പോയി കണ്ടു. അന്ന് കറക്ഷൻ വേണ്ടിയിരുന്നു. അന്ന് അവർ ഒരുമിച്ച് എന്നപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട് എല്ലാവരും. അതെ. പിന്നെ ഈ രാഷ്ട്രീയക്കാർ തന്നെ അതിനിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ. പക്ഷേ NSS അതിൽ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. രാഷ്ട്രീയക്കാർ ഇപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ് ആ സഖ്യം. അത് പലർക്കും വിയോജിപ്പുണ്ട് അപ്പുറത്ത് ആലപ്പുഴയിൽ. ആ സഖ്യം ഇല്ലാതായിപ്പോയത്. ഇപ്പോൾ കണിച്ചിക്കുളൊക്കെ തന്നെ പലരോടും സംസാരിക്കും, അവർക്ക് ആ സഖ്യം വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഈ ഉമ്മൻചാണ്ടി സാറിന് ഒന്നൊന്ന് ഇപ്പുറത്ത് പോയിട്ട് അദ്ദേഹത്തെ ചൂടായി കൊടുത്ത് അങ്ങനെയാണ് പ്രശ്നം. അങ്ങനെ ആ ഐക്യം ഇല്ലാതായത്. ആ ഐക്യം വരുന്ന അത് പക്ഷേ ആ ഐക്യം കണ്ടിന്യൂ ചെയ്തു. ആ ഐക്യമല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് കണ്ടിന്യൂ ചെയ്തു. അതാണ് BDJS. അന്ന് വെള്ളാപ്പള്ളി സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ സ്വാധീന ഫലമായി കുറച്ച് മാറി നിന്നെങ്കിൽ പോലും പിന്നെ അദ്ദേഹം തിരിച്ചടിച്ച് അതിഭീകരമായിട്ടാണ്. കേരളം ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ BDJSന് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ BJP അവർക്ക് അവർ അർഹിക്കുന്ന അക്കോമഡേഷൻ കൊടുത്തില്ല. BJP ഇന്ന് കാണുന്ന BJPക്ക് ഉണ്ടായ വളർച്ച, മുരളീധരൻ്റെ തുടങ്ങി രാജേഷ് ചന്ദ്രശേഖരൻ വരെ എത്തിയിരിക്കുന്ന BJPയുടെ വളർച്ച, അതിൽ BDJSൻ്റെ ഇഴവ കമ്മ്യൂണിറ്റിയുടെയും വെള്ളാപ്പള്ളിയുടെയും തുഷാറിൻ്റെയും കോൺട്രിബ്യൂഷൻ വിലമതിക്കാനകത്താണ്. പക്ഷേ അതിനുള്ള അക്കോമഡേഷൻ അവർ കൊടുത്തിട്ടില്ല. BJPക്കാരാണ് വേണ്ടത്ര അന്തകാട്ടെ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ സുകുമാരൻ നായർക്ക് സാധിച്ചു, നേർവഴിക്ക് നയിക്കുവാൻ. വഴിതെറ്റിപ്പോയ CPMനെ നേർവഴിക്ക് നയിക്കുവാൻ സുകുമാരൻ നായർക്ക് സാധിച്ചു. വഴിതെറ്റിപ്പോയ കേരളത്തിലെ സെക്കുലർ പൊളിറ്റിക്സിനെ ഇവിടെ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റമില്ല. 5ാം മന്ത്രിസ്ഥാനത്തുമായിട്ട് അന്ന് എടുത്ത നിലപാടാണ് ഇപ്പോഴും. ആ സാമുദായിക സന്തുലനായിട്ട് അതേ നിലപാടാണ് ശബരിമലയുടെ കാര്യത്തിലും. അപ്പോൾ മറ്റുള്ളവരാണ് നിലപാട് തിരുത്തിയത്. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അദ്ദേഹം വെറുതെ മസിലും പിടിച്ച് പിണറായിനോട് അടുക്കില്ല, അങ്ങനെ നിലപാടില്ലല്ലോ. അവരെ സംബന്ധിച്ച് ശരിദൂരം സമദൂരമാണ്. അപ്പം ശരിദൂരം ഇലക്ഷൻ സമയത്ത് എടുക്കുന്ന നിലപാട് അത് പൊതുവെ UDFന് അനുകൂലമായിട്ട് ആണ് വരാറുള്ളത്. കാരണം ആ സമയത്ത് VSൻ്റെ ഒക്കെ നിലപാട് അതിനൊരു കാരണമാണ്. VSൻ്റെ ഈ താൻപോരിമയൊക്കെ ഞാനിപ്പോൾ എനിക്ക് VSൻ്റെ റെസ്പെക്റ്റാണ്, നല്ല അമൂഷനെ. പക്ഷേ ഇങ്ങനെ ചില നെഗറ്റീവ് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ NSS നിന്നിട്ടില്ല എന്ന് നിങ്ങൾ അന്ന് കേരളമല്ല. ഇനിയിപ്പോൾ നമ്മൾ BJP എടുത്ത് നോക്കുക. ഇപ്പം നരേന്ദ്രമോദി അമിത്ഷാനെ ഒന്നും ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ടിരുന്നു. പക്ഷേ വാജ്പേയി അഡ്വാനിയൊക്കെ അവർക്ക് നല്ല ബന്ധമായിരുന്നു. ഇത് ന്യൂ ജനറേഷൻ ലീഡർഷിപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമല്ല. അതൊരു പക്ഷേ നാളെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ ഒരു ഇവർ പറയുന്ന കാര്യം ഈ ജനാധിപത്യ ബോധം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജനാധിപത്യം, മതനിരപേക്ഷത, സാമുദായിക സന്തുലനം അത് NSS അതിശക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇപ്പം പിണറായി പറയുന്ന പോലെ നല്ല, അതായത് നല്ല ജനാധിപത്യ ബോധം കാര്യങ്ങളും എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് പിണറായി. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമേജ് വേറെ അങ്ങനെ അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റില്ല. എന്താ പറ്റി? ആരെ അക്കോമഡേറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്ക്. ക്രിസ്ത്യാനികൾ ഇതുപോലെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന്റെ ജനാധിപത്യം എന്ന് വെച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിൽ ജനാധിപത്യം എന്ന് വെച്ചാൽ നമ്മൾ 4-5 പേര് കൂടി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 2 ആളുകൾ കാണുന്നുള്ളൂ. ഇവിടെ ക്യാമറയും ഇതൊക്കെ കുഞ്ചുമൊക്കെ ആളുകളുണ്ട്. നമ്മൾ 5 ആളുകൾ കൂടിയിട്ട് 5 അഭിപ്രായം പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇതൊരു തീരുമാനത്തിൽ പിണറായിക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേ ജനാധിപത്യ ബോധം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് അതാണ്. അത് എത്തിക്കുകയാണ്. അവസാനം ഒരു തീരുമാനത്തിൽ എത്തണ്ട. അല്ല പാരീസ് കമ്മ്യൂൺ പോലെ ആയി പോകും. കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ ഒരു മാതൃകയായിരുന്നു പാരീസ് കമ്മ്യൂൺ. റഷ്യയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് 1871 പലപ്പോഴും അതിന് ഒരു ജനാധിപത്യത്തിൻ്റെ വഴിവിട്ട് മറ്റ് ഏകാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിന് പ്രശ്നമുണ്ട്. ടു മച്ച് ഓഫ് ജനാധിപത്യം ടു മച്ച് അബ്സല്യൂട്ട് ഡെമോക്രസി എന്ന് വിചാരിക്കല്. അങ്ങനെയാണ് ഒന്നും നടക്കുകയില്ല. അതായത് ആരും കയറി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അതായത് ഞാൻ ഒരു നേതാവായി ഒരു സമവായം കൊണ്ടുവരിക എന്നുള്ളതാ. സമവായം ഞാനൊരു നേതാവായി ഒരു പ്രകടനം നടത്തുകയാണ്. അതിന് മുന്നിലേക്ക് അല്ലെങ്കിൽ അതിന് എതിരെയോ ആരും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ആൾക്കാരെ കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെയല്ല, പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ പാടില്ല. ഇതിനൊക്കെ മര്യാദയല്ലേ? ഒരു പിന്നെ അന്നപ്പോൾ അവിടെ കൊടി പിടിച്ചിട്ട് എന്താണ് കാര്യം? അങ്ങനെ പറയാം. പിന്നെ ഒരു മര്യാദയല്ലേ? ഇവിടെ സെക്രട്ടറിയേറ്റ് മുന്നിൽ സ്ഥലമല്ലേ? മുഖ്യമന്ത്രി പോകുന്ന വഴിക്കെല്ലാം തന്നെ വണ്ടിയുടെ മുന്നിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ അത് പറയില്ലേ? പിണറായി വിജയൻ പാവപ്പെട്ട എന്താ ഇങ്ങനത്തൂടെ വണ്ടി കയറ്റി പോയിട്ട് ജനാധിപത്യം ഉണ്ടാക്കിയെന്ന് പറയില്ലേ? ഓക്കെ, ഞങ്ങളെല്ലാം കണ്ടു. ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്ന അല്ലല്ല, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചതൊക്കെ തെറ്റാ. അവന്മാരെ കാണിച്ച് തോന്നിയാ സാർ. പോലീസുകാർ അടിച്ചത് അവർ ചെടിച്ചട്ടി കൊണ്ടല്ല ലാത്തിയുണ്ട്, അതൊക്കെ തോന്നിയാ സാർ. പിണറായി പറഞ്ഞൊരു കാര്യം, പിണറായി ബസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ചില്ലിൻ്റെ ഇടയിൽ കൂടെ കണ്ട കാര്യമാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ബസ് അങ്ങ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ മുന്നോട്ട് വരുമ്പോൾ ഇവന്മാർ പിടിക്കും. അതേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ, അല്ല അടിച്ചതിന് മൂപ്പര് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത് സമവായം ഉണ്ടായിക്കൊണ്ട് ലീഡർ ജനാധിപത്യം ലീഡറിന് അതായത് കോൺഗ്രസിൽ സമവായം ഉണ്ടായിക്കൊണ്ട്, അല്ല ആന്റണിയെ പോലെയാണ് വല്ലതും നടക്കുമോ? അപ്പോൾ നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ഡെമോക്രസി എന്ന് പ്രതീക്ഷിക്കരുത്. അവിടെ സമവായം ഉണ്ടാവണം. ആ സമവായത്തിൽ ഒരാൾ ലീഡ് ചെയ്യും. അതാണ് പിണറായി.
നിങ്ങൾ നോക്കിയാൽ മറ്റ് ജനവിഭാഗങ്ങളെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നപ്പോൾ അവരെല്ലാം ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതാരാ? പിണറായിയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിങ്ങളാണ്. പക്ഷേ അവരെല്ലാം അതിരി വിട്ട ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചാൽ മൂപ്പര് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലരുടെ മന്ത്രിസഭയിൽ ഇല്ലല്ല. ആ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ ഓക്കെ പക്ഷേ മന്ത്രിസഭയിൽ ഇല്ലാത്ത നേരത്തെ മന്ത്രിസഭയിൽ ഉള്ളവരും എന്നാൽ ഇപ്പോഴില്ലാത്തവരെയും കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്. അതെ അതെ അല്ലേ? അതെ അതെ. അതിൽ ജി സുധാകരൻ ഉൾപ്പെടുമോ? ഞാൻ ആളുകൾ പേരാൻ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഓരോരുത്തരെയും ഗുണവും ദോഷമൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുമോ? അതിലൊക്കെ അല്ല, പലരുണ്ട്. അത് ഞാൻ പറഞ്ഞത് പലരുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര് തന്ത്രപരമായിട്ട് അങ്ങനെ തീരുമാനം എടുത്തത് എനിക്ക് തോന്നുന്നു. കാരണം ചിലർക്ക് കളി കൂടി പോയിരുന്നു. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ നല്ല മാന്യമാണ്. സോറി പിള്ളേരല്ല കേട്ടോ, എന്താ സെൻസ് നമ്മളൊക്കെ അവരൊക്കെ വളരെ കൃത്യമായിട്ട് പണിയെടുക്കും. വിമർശകർ പറയുന്നുണ്ട് മുൻപ് ഒന്നാം പിണറായി സർക്കാരിലുണ്ടായിരുന്ന മന്ത്രിമാർ ഏറിയ പങ്കും കഴിവുള്ളവരായിരുന്നു. എന്നാൽ കുറേയൊക്കെ കാര്യങ്ങൾ അവരൊക്കെ മികച്ച രീതിയിൽ ചെയ്യുമായിരുന്നു. അവരൊക്കെ സൽപ്പേര് സമ്പാദിക്കും എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അവരെയൊക്കെ മാറ്റി കുറേ പേരെ കൊണ്ടുവച്ചു. അവരൊക്കെ വളരെ ഏറെ പോരായ്മകൾ വരുത്തുന്നു, വീഴ്ചകൾ വരുത്തുന്നു, അങ്ങനെയുള്ളൊരു വിമർശനം കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഇത് സംഭവം എന്താ? CPI ആദ്യമായിട്ട് പുതിയ 4 പേരെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു 2011 BSൻ്റെ മന്ത്രിസഭയിൽ. അന്ന് വെളിയാമാശാനാണ് സെക്രട്ടറി. അന്ന് അതിൻ്റെ മുമ്പ് CPIൻ്റെ മന്ത്രിമാരെന്ന് വെച്ചാൽ ഭയങ്കര എം എൻ ശ്രീനിവാസല്ല, മറ്റേ ശ്രീനിവാസൻ, പിന്നെ മറ്റേ നമ്മളെ ഇദ്ദേഹം ആരാണ്, ചന്ദ്രശേഖരൻ നായർ, ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. അന്ന് ബിനോയ് വിശ്വം, നമ്മുടെ മാങ്കോട് രാധാകൃഷ്ണൻ, അങ്ങനെ 4 പേര്, പുതിയ ദിവാകരൻ, 4 പേര്. അപ്പോൾ നിങ്ങൾ പത്രക്കാരുണ്ട്, CPIയുടെ ഗംഭീര മിനിസ്റ്റർമാർ ഇതെന്താണ് കാണിച്ചു കൂട്ടുന്നത്, അതാണ് ഇതാണെന്ന്. ആ സാധനം 4ാമത്തെ വർഷം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സർവേ വന്നു. ഈ മിനിസ്ട്രിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മന്ത്രി മുല്ലക്കര നായർ. എന്ത് പറയുന്നു മുതലാളി? ഇപ്പം നിങ്ങൾ പറയുന്നു രാജനെ കാണുമ്പോൾ നിങ്ങൾ അന്നത്തെ മിനിസ്റ്റർമാർ എന്തായിരുന്നു, രാജേന്ദ്രനൊക്കെ എന്തായിരുന്നു. നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ മുല്ലക്കരെ കുറിച്ച് ആളുകൾ നല്ല വാക്ക് വന്നത് വളരെ വേഗത്തിലായിരുന്നു. അല്ല, ഇതിപ്പോൾ 4 വർഷം അല്ല, 3 വർഷം കഴിഞ്ഞിട്ട് അല്ല, കേന്ദ്ര ഏജൻസികളോ അല്ലെങ്കിൽ കൊള്ളാവുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ആരോ സർവേ നടത്തട്ടെ. നിങ്ങൾ അവിടെ ഇവിടെയും പറയുന്നിട്ട് പറയല്ലേ. നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ രാജനെ പറ്റി പറയും. രാജൻ നല്ല ഗംഭീര മിനിസ്റ്ററായിരുന്നു, അല്ല റിയാസ് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി. ഇത് ഇത്രയേ ഉള്ളൂ. 4 മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? ബോഷൻ, ഫലിതപ്രിയം, മറ്റേത് ഞാൻ പറയുന്നില്ല, നെഗറ്റീവ് ടേംസ് ഒന്നും. ഇപ്പം നിങ്ങൾ നായനാർ എന്ത് നല്ലത്, നിലാവ് പോലെയായിരുന്നു. BSനെ പറ്റി എന്താ പറഞ്ഞത്? മുരടൻ മൊശക്കോടെ. ഇപ്പോൾ മഹാനായ BS കമ്മ്യൂണിസ്റ്റ് എന്താണ് അവതാരം. ഇതേ നിങ്ങൾ പിണറായി വിജയൻ. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അംഗീകരിക്കാവുന്ന സ്വഭാവം മലയാളിക്കില്ല. മോഹൻലാലിന് തന്നെ ഫാൽക്കെ അവാർഡ് കൊടുത്തത് മോഡിയാണ്. നിങ്ങളാണ് അതും കൊടുക്കരുത്. അതുകൊണ്ട് അപ്പോൾ ഓക്കെ ഇത് വന്നു. ഓക്കെ, ഞാൻ വേറെ ഒന്നിലേക്കും പോകും. അപ്പോൾ ഇപ്പോഴുള്ള മിനിസ്റ്റർമാർ മുമ്പുള്ള മിനിസ്റ്റർമാരെ അപേക്ഷിച്ച് നല്ല രീതിയിൽ പണിയെടുക്കുന്ന, എന്നാൽ ഈ പറയുന്ന അഹങ്കാരം വെച്ച് പുലർത്താത്ത ആളുകളാണ്. അന്ന് ചില ആളുകൾ ഇത് കാണിച്ചതിൻ്റെ ഫലം LDFന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ NSSുമായിട്ടും ക്രിസ്ത്യൻ സഭകളുമായിട്ട് ചെറിയൊരു അകലം വരാൻ പോലും ചില മിനിസ്റ്റർമാരുടെ പ്രവൃത്തികൾ കാരണമായിട്ടുണ്ട്. കൂടുതൽ എന്നോട് ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ സമുദായ സംഘടനകൾ നിർണായകമായ ഒരു റോളിലേക്ക് വരികയാണ്. കീ പൊസിഷനിലേക്ക് അവർ വരികയാണ് അല്ലേ? അവർ കീ പൊസിഷനിൽ വരും. പ്ലേ മേക്കേഴ്സായി വരിക. പ്ലേ മേക്കേഴ്സാണ് എല്ലാ കാലത്തും അവർ. ഞാനത് നേരത്തെ പറയാൻ വിട്ട് 1957 ഫസ്റ്റ് EMS ഗവൺമെൻറ് ഇല്ലേ നമ്മൾ പോയത്, ഏറ്റവും മഹത്തരമായ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബില്ല്. ഈ ഇലക്ഷൻ സമയത്ത് ഈ സംഘടന സപ്പോർട്ട് ചെയ്ത് ആരാ? ഒന്ന് LDFനെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ അന്നത്തെ CPI, അഭിഭക്ത CPI, അന്നത്തെ CPI CPM കൂടിയ. അങ്ങനെയാണ് ചന്ദ്രശേഖരൻ നായരൊക്കെ സ്വന്തമായിട്ട് ഇന്ന് ജയിക്കുന്നത്, അതുപോലെ കൃഷ്ണയ്യരൊക്കെ ജയിക്കുന്നത്. അന്നപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇവരായിട്ടുള്ള CPMനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം NSS ആയിട്ടുള്ള ബന്ധം ഏറ്റവും പഴക്കം ചെന്ന ബന്ധമാണ്. അത് ആദ്യം അതിൻ്റെ ഗുണം കിട്ടിയതും അവർക്ക് തന്നെയാണ്. പിന്നെ കാലാകാലത്ത് ഇവരൊക്കെ നായന്മാർ കിട്ടി പണിയാൻ തുടങ്ങിയ സമയത്ത് അവർ തിരിച്ച് പ്രതികരിക്കും. പിന്നെ ഞങ്ങൾ സെക്കുലറിസത്തിന് വേണ്ടി നിലനിൽക്കുന്നു, നമ്മൾ സാമുദായിക ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു, പക്ഷേ നമുക്ക് വേണ്ടി പണിഞ്ഞോളുന്നവർ. പക്ഷേ അതിനുശേഷം ആ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അല്ല, അതിനുശേഷം പല ഘട്ടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പൊതുവേ ഉണ്ടായിരുന്ന UDF. കാരണം UDF ഉണ്ടാക്കുന്നതിൽ NSSനൊരു പങ്കുണ്ട്. മനസ്സിലായി? NSS പങ്കുണ്ട്. ഇന്നത്തെ ഈ കോൺഗ്രസിന് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നതിന് മന്നത്ത് ആചാര്യനൊരു പങ്കുണ്ട്. പിന്നെ ആ ഒരു സമവാക്യങ്ങളൊക്കെ മാറുകയും ഇപ്പം അന്നത്തെ ആചാര്യനെയും അതുപോലെ തന്നെ നമ്മളെ അന്നത്തെ നമ്മുടെ ഈഴവ പ്രമാണി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ശങ്കർ സോറി, എനിക്കെപ്പോഴും കൃഷ്ണൻ വരും. ശങ്കർ, ഇവരെ തമ്മിൽ ഇവർ പറഞ്ഞു ഇതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ പറഞ്ഞു തെറ്റിച്ചു. അതായത് എങ്ങനെയാണോ സുകുമാരനാഥ സാറിനെ വെള്ളാപ്പള്ളി സാറിനെ തെറ്റിച്ചത്, അതേപോലെ പറഞ്ഞു തെറ്റിച്ചു. അപ്പോൾ അവരും വലിയൊരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഇവർ ഭയങ്കര ശത്രുതയിലായി മാറി. അതുകൊണ്ട് ഈഴവ കമ്മ്യൂണിറ്റി മൊത്തം CPM ഇവർ കോൺഗ്രസ് ആയിരുന്ന അവസ്ഥയിലേക്ക് പോയി. അതിന് 2 കൂട്ടരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, 2 പേരുടെയും ഗുണവും ദോഷവും ഉണ്ട്. അത് ആ സിറ്റുവേഷനിലാണ് അങ്ങനെ വന്നത്. പിന്നെ UDF ഉണ്ടാക്കുന്നതിൽ NSSനൊരു പങ്കുണ്ട്, അതങ്ങനെ പോയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും പല ഘട്ടങ്ങളിലും
എന്താണ് ശരിദൂരം NSS എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൻ്റണിയുടെ സമയത്ത് ആൻ്റണി അവിടെ വന്ന സമാധിയിൽ പോലീസുകാർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് എടുത്ത നിലപാടെന്താ? അതിനുശേഷം എടുത്ത നിലപാടെന്താ? അങ്ങനെ ഉണ്ട്. ഇത് പുതിയ കാര്യമൊന്നല്ല. അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു പക്ഷേ ഏറ്റവും പ്രോഗ്രസീവായിട്ട് അന്നേ അവർക്ക് തോന്നിയ, മാത്രമല്ല എന്നും ഒരു എന്താ പറയുക, കേരളത്തിൻ്റെ ഈ പൊതുവെ ഞാൻ പറഞ്ഞ മതേതരത്വം, ജനാധിപത്യം, സാമുദായിക സന്തുലനം, ഇതിനു വേണ്ടി കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ പക്ഷമെന്ന് NSSന് അന്നേ തോന്നിയിട്ടുള്ളത് LDF തന്നെയാണ്. LDF ഇൻ ദ സെൻസ് ഇടതുപക്ഷമാണ്. അന്ന് LDF ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് പൊതുസമൂഹം. ലിയോ ഭയങ്കര സംഭവമല്ലേ? അല്ല, ഓക്കെ. ഈ എന്നും ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകളുടെ ഒരു മൃദു സമീപനം ആഗ്രഹിച്ച കുറേയേറെ നേതാക്കളുണ്ട്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് UDF നേതാക്കളെ അല്ലെങ്കിൽ തങ്ങളെ സമുദായ സംഘടനകളുടെ തിണ്ണനിറങ്ങാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു അകൽച്ചയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും ഒരു അനുനയത്തിൻ്റെ ഭാഷ്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടാവും. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ജഗതി ആ നിലവിളി ശബ്ദം എടുത്തോട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക്. സാവകാശം അങ്ങനെ പിടിയും കൊടുക്കില്ല. സാഹത്തിൻ്റെ കളിയൊക്കെ കണ്ടിട്ട് എത്ര സതീശന്മാർ, എത്ര രമേശന്മാരെയും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ കളിയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഒച്ച നിലപാടായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ LDF പിന്നെ എന്തെങ്കിലും അബദ്ധം കാണിക്കണം. അല്ല, NSSന് ഇപ്പോൾ മിനിമം നിലപാടുകളേ ഉള്ളൂ. അത് അനർഹമായതുമായിരിക്കില്ല, അർഹമായത് ചോദിക്കും. ഇനി അത് മാന്യമായ ഭാഷയിൽ ഇന്നെന്ന പ്രശ്നങ്ങൾ അതിൽ അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല, NSSന് മനസ്സിലാവും. മനസ്സിലായില്ലേ? അതല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടി NSS. പക്ഷേ അപമാനിക്കുകയാണ്, അല്ല, ഫണ്ടമെൻ്റൽസിന് തൊട്ട് കളിച്ചാൽ അത് വിരാട രൂപം കൈക്കൊള്ളൂ. അത് കണ്ടിട്ടുണ്ട് കേരള സമൂഹം. എന്തെങ്കിലും ഉറപ്പ് വാക്കാൽ ലഭിച്ചിട്ടുണ്ടാകുമോ? എന്ത് ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പൊന്നും കൊടുക്കുന്ന ആളല്ല. പിന്നെ അങ്ങനെ ഒരു ഉറപ്പ് ചോദിക്കുന്നതല്ല സാറ്. ശബരിമലയായിരുന്നു വിഷയം. ആ വിഷയത്തെ അവർ നിലപാട് മാറ്റി. പിന്നെ വെറുതെ LDF ആയിട്ട് മസിൽ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഈ ആശയപരമായ വ്യത്യാസങ്ങൾ NSSനുണ്ട്, വ്യക്തിപരമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാറ് 2 തവണ SNDP ആയിട്ട് സാറ് പിന്നെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുമോ? വ്യക്തിപരമല്ല അതൊന്നും. ഇതെല്ലാം ആശയപരമാണ്. വ്യക്തിപരമായ സാറിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ തന്നെ നടക്കും. ആശയമാണ് പ്രധാനം. പിന്നെ പിന്നെ ഇടുന്ന് ചവിട്ടിക്കൂട്ടാൻ ശ്രമിച്ചാൽ നടക്കുകയല്ല. ഓക്കെ, തിരിച്ചവിട്ടി കൂട്ടും, ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ വേറൊരു അഭിപ്രായമുള്ളത് അതും കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ പലരും നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, സമുദായ സംഘടനാ നേതാക്കൾ പറയുന്നത് പോലെ, അതായത് NSS നേതാക്കൾ പറയുന്നത് പോലെ, കേരളത്തിലെ നായർ സമുദായവും SNDP യോഗം നേതൃത്വം പറയുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ, ഈഴവ സമുദായ അംഗങ്ങളും വോട്ട് ചെയ്യണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് നേതാക്കൾ പറയുന്ന പോലെയൊന്നും അല്ല കേൾക്കുന്നത്. അതെ. പിന്നെ എന്തിനാണ് ഇവരെല്ലാം നിങ്ങളെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പിണറായിക്കാണെങ്കിൽ അല്ലെങ്കിൽ VD സതീശനാണെന്ന് ഇവരല്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവരൊക്കെ കാഞ്ഞ ബുദ്ധിയാണ്. നമുക്ക് നമ്മളെപ്പോലൊന്നും വലിയ ഡോക്ടറേറ്റുകളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പ്രായോഗിക ജ്ഞാനമുണ്ടല്ലോ. ഇവരെന്തിനാണ് ഈ പറയുന്ന ഇലക്ഷൻ സമയമാകുമ്പോൾ ഇവരൊക്കെ നല്ല ബന്ധത്തിന് പോകാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ വെള്ളാപ്പള്ളിയിൽ അവിടെ പോയി കാണുന്നു. സുഭാഷ് സാറിനെ പെരുന്നേ പോയിട്ടില്ല, പക്ഷേ പല സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി കണ്ടു. ഇവരെല്ലാവരും തന്നെ, പിന്നെ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ പെരുന്നേ തന്നെ പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അവർക്ക് അതാത് സമുദായങ്ങളിലെ എല്ലാവരെയും ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല, 1/3 സ്വാധീനിക്കാൻ പറ്റും. അത് മതി. സെൻട്രൽ ട്രാവങ്കൂരിൽ പല സ്ഥലത്തും ഇലക്ഷന് ജയിക്കുന്ന 5000-10000 വോട്ടിനാണ്. മലബാർ പോലെ 10000-2000 വോട്ടിനൊന്നുമല്ല. അവിടെ അത് മതി. പിന്നെ മലബാറിൽ തന്നെ മലയോര മേഖല, തിരുവമ്പാടി അങ്ങനെയുള്ള മേഖലകളിൽ ജയിക്കുന്ന 5000-6000 വോട്ടിനാണ്. അവിടെ അത് മതി. ഇത് ഈ ഒരു നിലപാട് ഇപ്പോഴത്തെ കേരളത്തിലെ പിന്നെ സുമാൻ നായർ സാറിനെയും വെള്ളാപ്പള്ളി സാറിനെയൊക്കെ അതായത് സമുദായത്തിലുള്ള ആളുകൾ കുറ്റമാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു സ്കൂൾ 10 സീറ്റേ ഉള്ളൂ. 10 സീറ്റ് ഈഴവനാണെങ്കിലും നായരാണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു 100 ആൾ വരും. ഈ 100 ആൾക്ക് അവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ? ഗവൺമെൻറ് അനുവദിക്കെങ്കിൽ അവർ ചെയ്യായിരുന്നു. അവരെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ കിട്ടിയ 10 വെച്ച് ബാക്കി എല്ലാവരും ഇദ്ദേഹത്തെ കുറ്റം പോയി. ഇവരെന്ത് ചെയ്യാനാ? കോമൺ സെൻസ് ഇല്ലായ്മ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇതിപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം നമ്മൾ വളരെ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാമൂഹിക സന്തുലിതാവസ്ഥ തകർക്കാൻ ശ്രമിച്ച കുറേയേറെ സംഘടനകൾക്കുള്ള മറുപടിയാണ്. അത് എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. ഇപ്പം UDF ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്താണ്? UDF ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഹിന്ദു വിരോധം എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ ഈ നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുരിശ് പൊന്തി വന്ന പ്രശ്നം. അത് വന്നതോടുകൂടി ഓൾറെഡി ഒരു മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും ഒരു ആൻറ്റി ഹിന്ദു സാധനം കിടന്നിരുന്നു. പിന്നെ ഇത് വന്നതോടുകൂടി അവിടെ ചിലരുടെ അജണ്ട നടന്നില്ല. അവർ സഭയെ മറ്റും സ്വാധീനിച്ചു. അങ്ങനെയാണ് ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം, അത് പൊതുവെ അത് നടക്കാത്തതാണ് കേരളത്തിൽ. മുസ്ലിം ക്രിസ്ത്യൻ
ഐക്യമാണെന്ന്. അന്ന് ആ സമയത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത NSS മാത്രമാണ്. അപ്പോൾ ഇവർ NSSൻ്റെ കൂടെ ചേരുകയായിരുന്നു. അന്ന് ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ വന്ന പാർട്ടിയാണ്. അന്ന് ഹിന്ദുക്കളുടെ വികാരം, അത് MLA എടുത്ത് നോക്കിയാൽ മതി. ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷമാണ്, പക്ഷേ ഹിന്ദുക്കളെ വോട്ട് കിട്ടിയ ഹിന്ദു പാർട്ടി എന്ന ഫീൽ ഉണ്ടായിരുന്നത് CPM-നാണ്. CPM അന്നെടുത്ത ഷബാനു കേസിലെടുത്ത നിലപാട്, ഏക സിവിൽ കോഡിലൊക്കെ എടുത്ത നിലപാട് ഇന്ന് BJP എടുക്കുന്നതിനേക്കാൾ ശക്തമായ നിലപാടാണ്. മനസ്സിലായില്ലേ? ആ രീതിയിൽ ഹിന്ദു കൺസോൾട്ടേഷനാണ് CPM-ന് അനുകൂലമായത്. ഇത് മൈനോറിറ്റി കൺസോൾട്ടേഷനാണ്. പിന്നെ അതെങ്ങനെ ഇടിഞ്ഞു? ഒന്ന്, ഈ ലീഗ് 5-ാം അന്തസ്ഥാനം ചോദിച്ചു. അതോടുകൂടി ക്രിസ്ത്യൻ സഭകൾക്കെല്ലാം പ്രശ്നം, NSS മാത്രമല്ല പ്രശ്നമായത്. 2, അപ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ വളരെ ഒരു മോശം സ്റ്റെപ്പായിരുന്നു. അല്ല, മുസ്ലിംസ് കാണിച്ച ഈ അത്യാഗ്രഹം, ലീഗ് മുസ്ലിംസിൻ്റെ കയ്യിൽ കാണിച്ച ഈ അത്യാഗ്രഹം കൊണ്ട് സത്യത്തിൽ പൊളിറ്റിക്കലി തിരിച്ചടി കിട്ടിയ മുസ്ലിംസിനാണ്. കാരണം ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം തകർന്നു. NSS-ഉം ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു. കോൺഗ്രസ് തന്നെ വിള്ളൽ വന്നു. മനസ്സിലായില്ലേ? പിന്നെ ഇത് കണ്ടിരിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇവിടെ ഒരു വിലയല്ലേ എന്നുള്ളൊരു ഫീല് വന്നു. ബാക്കി മന്ത്രിമാരൊക്കെ ഹിന്ദുക്കളാക്കെ ശരി, പക്ഷേ നാട്ടിൽ ഇത് ഡിസ്കോസ് ആകുമ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ജയശങ്കർ സാറിനെ പോലുള്ള ആളുകളൊക്കെ സംസാരിക്കും, ഇവിടെ ഹിന്ദുക്കൾക്കൊരു വിലയല്ലേ, മൈനോറിറ്റിയാണ് മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത്, മുസ്ലിംസിന് കുറച്ച് കൂടി. ക്രിസ്ത്യാനിക്ക് അതാ പറ്റിയത്. ഈ സന്ദർഭത്തിലാണ് ഡീലിമിറ്റേഷൻ വന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ആദ്യമേ ഈ കുടുംബാസൂത്രണം നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ കുടുംബത്തിൽ കുറച്ച് പിള്ളേരേ ഉള്ളൂ, 1-2 പിള്ളേരേ ഉള്ളൂ. അവർ തന്നെ അമേരിക്കയിൽ മറ്റും സെറ്റിൽഡാണ്. മുസ്ലിംസ് കുടുംബാസൂത്രം വൈകിയാണ് നടപ്പിലാക്കിയത്, പക്ഷേ വിദ്യാഭ്യാസപരമായി ഈ സമയത്ത് അവർ ഒരുപാട് മുന്നോട്ട് വന്നു. ആ പോപ്പുലേഷൻ കൂടിയാണ്. മലബാറിലെ സീറ്റുകൾ കൂടി, നിയമസഭ സീറ്റുകൾ കൂടി, സൗത്ത് കുറഞ്ഞു. അപ്പോൾ അത് ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട് അലട്ടിയൊരു പ്രശ്നമാണ്. പിന്നെ ക്രിസ്ത്യൻ മലയാളിമാരൊക്കെ നല്ലൊരു പങ്ക് അവരിപ്പം കേരളത്തിൻ്റെ പുറത്താണ്. കേരളത്തിൽ വ്യവസായം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ആയിരുന്നില്ല അടുത്ത കാലം വരെ. അങ്ങനെ കേരളത്തിൻ്റെ പുറത്താണ് അവർ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ സെറ്റിൽഡാണ്. പിന്നെ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടും, മുസ്ലിംസിന് കിട്ടില്ലല്ലോ. ഈ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന അവർ സിറ്റിസൺ അംഗീകരിക്കും ഇല്ലല്ലോ. അമേരിക്കയിൽ ക്രിസ്ത്യൻസ് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ അവരവിടെ തന്നെ നിന്നു. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം കുറഞ്ഞു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളായി ക്രിസ്ത്യൻ മലയാളിമാരുടെ പേരുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ യൂസഫ് അലി സാറിനെ പോലെ, ഗൾഫാ മുഹമ്മദ് അലി പോലുള്ള ആളുകളെ പേര് കണ്ടു തുടങ്ങി. ഇവർ ഓൾറെഡി രക്ഷപ്പെട്ട് പോയതാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതെല്ലാം കൂടി കണ്ടപ്പോൾ ക്രിസ്ത്യൻ വിസിബിലിറ്റി കുറഞ്ഞു എന്നൊരു ഫീൽ അവർക്ക് വന്നു. ഈ മുസ്ലിം അങ്ങനെ പേടി നിൽക്കുന്ന സമയത്താണ് ഈ 5-ാം മന്ത്രി ഇവന്മാർ അസർട്ടീവായി തുടങ്ങി. അതിന് മുമ്പ് ഒരു മദനി ഫാക്ടർ വന്ന് എല്ലാവരും പേടിപ്പിച്ചു. പിന്നെ STPI എന്നുള്ള സാധനം വന്ന് അവരും പേടിപ്പിച്ചു. ഇതും കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ ഈ പല മേഖലകളിലായിട്ട് പിന്നെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകൾ വല്ലാത്ത രീതിയിൽ മുന്നോട്ട് വന്ന സമയത്ത് ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ് പ്രത്യേകമായിട്ടൊരു പ്രശ്നം, ഒരു അരമന ഒരു പ്രോബ്ലം ഉണ്ടായി. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാഹ് മരിക്കുന്നു, മാണി സാഹ് രാഷ്ട്രീയമായി ഏതാണ്ട് അപ്രസക്തനാവുന്നു, TM ജേക്കബ് മരിക്കുന്നു. അങ്ങനെ ആ ക്രിസ്ത്യൻ ഷഹവാൾ സ്വരനായി പോകുന്നു. അവരെ പൊളിറ്റിക്കലായിട്ട് അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാനോ ഒരാളില്ലാത്തൊരവസ്ഥ വരുന്നു. ആ സമയത്താണ് ഈ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സഭകളുടെ മനമാറ്റം ഉണ്ടാകുന്നു. അവർ LDFന് അനുകൂലമായി ചിന്തിക്കുന്നു. ജോസ് കെ മാണി ഇങ്ങോട്ട് പോകുന്നു. ഇതിനെല്ലാം ഏറ്റവും വലിയ ട്രിഗർ എന്ന് വെച്ചാൽ ഈ 5-ാം മന്ത്രിസ്ഥാനമാണ്. ജനാധിപത്യപരമായി നിങ്ങൾക്ക് ഇത്തിരി നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ഇത്തിരി ആളുകളൊക്കെ ഉണ്ട്, 28% ആളുകളൊക്കെ ഉണ്ട്, 5-ാം മന്ത്രിസ്ഥാനം അർഹിക്കുന്നതൊക്കെ. പക്ഷേ ജനാധിപത്യത്തിൽ അപ്പം വിവേകം, ഒരു നാട്ടിലെ ചില പൊതുവായിട്ട് സന്തുലാവസ്ഥ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 4 ആൾ കൂടുമ്പോഴേക്ക് ഈ പണിക്ക് നിന്നാൽ മറ്റുള്ളവർ മാറ്റി ചിന്തിച്ചോളും. കാരണം അങ്ങനെയാണ് നിങ്ങൾ 50% എന്താ അവസ്ഥ എന്ന് അവർ ചിന്തിച്ചോളും. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിന് സുമാന സാറിനെയോ വെള്ളാപ്പള്ളീനെയോ പള്ളിയിലച്ചന്മാരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ട്രിഗർ ചെയ്ത് 5-ാം മന്ത്രിസ്ഥാനം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്തുണ അത് വളരെ വലിയൊരു ഫാക്ടർ തന്നെയായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ. തെരഞ്ഞെടുപ്പാണ് LDF കംഫർട്ടബിളായെന്ന് എനിക്ക് തോന്നുന്നു. കംഫർട്ടബിളായെന്ന് തോന്നുന്നു അല്ലേ? കാരണം അത് വെള്ളാപ്പള്ളിയും സുമാന സാഹു ഏതാണ്ട് ഒരഭിപ്രായം പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു തൂക്കം വരും ആ സൈഡിൽ. വെള്ളാപ്പള്ളി സാറാണ് പറയാൻ പറ്റില്ല. അതാണ് ഈ വിഷയത്തിലൊരു പേടി. സാറിനെ സംബന്ധിച്ചിടത്ത് സാറിന് ഇമ്പൾസീവ് ആണല്ലോ സാർ. മറ്റേത് ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനം. പത്രസമ്മേളനം, അവിടെ പത്രസമ്മേളനമല്ലല്ലോ, ഇൻ്റർവ്യൂ കൊടുക്കും അല്ലെങ്കിൽ കുറിപ്പ് കൊടുക്കും. വെള്ളാപ്പള്ളി സാർ പത്രക്കാർ പോകുന്ന സമയത്ത് പത്രക്കാരെന്തെങ്കിലും കുനിഷ്ടി ചോദിക്കും, സാധാരണ അത് പിടിക്കും. ഇതാണൊരു പ്രശ്നം. അതർവൈസ് CPM വളരെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ. യെസ്, ഇത് കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ചുവടുവയ്പ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചർച്ച രാഷ്ട്രീയവും സാമുദായിക സന്തുലിതാവസ്ഥയും ഒക്കെ തന്നെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ചില തീരുമാനങ്ങൾ ചില ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് വന്നു, 1957 സർക്കാരിനെ പിന്തുണച്ചു, പിന്നീട് ഇങ്ങോട്ട് UDFൻ്റെ രൂപീകരണത്തിന് കാരണമായി, ശേഷം വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു,
ആചാര ലംഘന വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ മഞ്ഞ് ഉരുകിയിരിക്കുകയാണ്. സൗഹൃദത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് NSSും ഇടതുപക്ഷവും, NSSും പിണറായി വിജയനും എന്നുള്ളതാണ്. എന്തായാലും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു മാറ്റത്തിന് കാരണമായിരിക്കുകയാണ്. മറുപക്ഷം ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.